ഭഗവത്ഗീതാ ദർശനത്തോടുകൂടി രാമൻ വരുമ്പോൾ ആ രാമൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. രാമൻ തന്നെയാണ് കൃഷ്ണൻ. പക്ഷേ ഭഗവത്ഗീതാ ദർശനത്തോട് വരുന്നു, ഒരു യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ആളായിട്ട് വരുന്നു. ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും താഴത്തെ നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങി യാചന വരെ നടത്തിയിട്ടുള്ള ആളാണ് കൃഷ്ണൻ. നിങ്ങൾ ഒരു വീട് കൂടെ, ഒറ്റ വീട് 5 സഹോദരന്മാർക്കും ആ 5 സഹോദരന്മാരുടെ ഭാര്യയ്ക്കും ആ 5 സഹോദരന്മാരുടെ അമ്മയ്ക്കും പിന്നെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികളും ആയ അവർക്ക് വേണ്ടി അവർ നിങ്ങളുടെ എല്ലാ ചൂതുകളെയും നിബന്ധനകൾക്കും വിധേയരായി അതെല്ലാം അനുഭവിച്ച് തീർന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് നിങ്ങളുടെ നിബന്ധനകൾക്കെല്ലാം പാത്രമായിട്ട് അതെല്ലാം അനുഷ്ഠിച്ച് തീർന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. താമസിക്കാൻ ഒരു വീട് 5 പേർക്കും അവരുടെ സഹധർമ്മിണിക്കും അവരുടെ മാതാവിനും കൂടി നിങ്ങൾക്കൊണ്ട്. ദൂതനായിട്ട് വരേണ്ട ആളല്ല കൃഷ്ണൻ, ആരുടെയും ദൂതനല്ല. അങ്ങനെ ഒരു ദൂതനാണെങ്കിൽ അദ്ദേഹം ബ്രഹ്മത്തിൻ്റെ ദൂതനാണ്, ബ്രാഹ്മ ദൗത്യമാണ് അദ്ദേഹത്തിൻ്റേത്. പക്ഷേ ഏറ്റവും താഴത്തേക്ക് വന്നു, ദുര്യോധനനേക്കാൾ താഴത്തേക്ക് വന്നു, അവിടുത്തെ വിതുരനേക്കാൾ താഴത്തേക്ക് വന്നു, അവിടുത്തെ ഒരു ഭടനേക്കാൾ താഴത്തേക്ക് വന്നു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ദുര്യോധനെ പ്രേരിപ്പിക്കുക, ശമത്തിന് പ്രേരിപ്പിക്കുക. ഉദ്യോഗപർവം മുഴുവനും ശമപ്രസ്താവനകളും ശമപ്രാർത്ഥനകളുമാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള. പിന്നീട് ലോകത്തിന് അത് തന്നെ ചെയ്യേണ്ടി വന്നു. 1-ാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോഴും 2-ാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോഴും വ്യാസൻ നടത്തിയ ശമപ്രാർത്ഥനകളുടെ പ്രതിഫലനമാണ് അന്നത്തെ ശമപ്രാർത്ഥനകളെല്ലാം നാം കാണുന്നത്. ഈ സമാധാനം സ്ഥാപിക്കണം, ലോകത്തിൽ സമാധാനം സ്ഥാപിക്കണം, അതിനുവേണ്ടിയുള്ള പണ്ഡിതന്മാരുടെയും രാജ്യ നേതാക്കന്മാരുടെയും രാജ്യതന്ത്രജ്ഞന്മാരുടെയും ഒക്കെ ദൗത്യത്തിൽ നാം കാണുന്നത് ഈ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളുടെ ആവർത്തനമാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണ ഉദീരതങ്ങളായ പദങ്ങളെന്ന് പറഞ്ഞാൽ അത് വ്യാസൻ്റെ പദങ്ങളാണ്.